ഹലോ, ഇപ്പോൾ സമയം ഒരു 7 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാനും ആളും കൂടെ ടൗണിലോട്ടൊന്ന് വന്നതാണ്. എനിക്ക് 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം വണ്ടിയിലാണ് വന്നത്. സ്കൂട്ടി ഓടിച്ചത് അവളാട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എസ്.എമ്മിലാണ്. ആലപ്പുഴക്കാരുടെ സ്വന്തം എസ്.എമ്മിലാണ് കേട്ടോ. എനിക്കൊരു സാരി എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടുത്തെ മിറർ കണ്ടപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ മിറർ സെൽഫിയൊക്കെ എടുത്തു. ഇന്നത്തെ ഡേ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ആ സ്പെഷ്യൽ ഡേയ്ക്ക് വേണ്ടിയുള്ള കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടി വന്നതാട്ടോ. അപ്പോൾ എനിക്ക് വൈറ്റ് സാരിയാണ് വേണ്ടത്. അപ്പോൾ ഞങ്ങളത് നോക്കാൻ വേണ്ടിയിട്ട് സാരി സെക്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. കോട്ടൺ സാരി ആട്ടോ വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കിയിട്ട് എനിക്ക് പ്ലാൻ ബി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വലിയ സെലക്ഷനൊന്നും തോന്നിയില്ല. ആകെപ്പാടെ 2-3 സാരീസൊക്കെ ഉള്ളായിരുന്നു. കാരണം പ്ലെയിൻ വൈറ്റ് വേണം, അതിൻ്റെ അകത്ത് ത്രെഡ് വർക്ക് മാത്രമേ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ കളക്ഷൻ അവിടെ ഇല്ല. ഞാൻ നോക്കിയിട്ട് അവിടെ എല്ലാം ഡിസൈനുള്ള സാരീസാണ്. അതായത് വൈറ്റ് സാരിയിൽ തന്നെ ഒത്തിരി ഡിസൈൻസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കത് പറ്റില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ മഹേശ്വരി വന്നു. മഹേശ്വരി വന്നിട്ട് ദേ സാരി സെക്ഷനിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെയും വൈറ്റ് സാരിയുടെ കളക്ഷൻസ് വളരെ കുറവായിരുന്നു കേട്ടോ. ആകെപ്പാടെ ഒരു 6-7 സാരീസൊക്കെ അവർ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത്രയേ ഉള്ളെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ആ ഉള്ള സാരിയും തന്നെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യാമെന്ന് ഇങ്ങനെ എൻ്റെ മനസ്സ് പറയുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ കാണിക്കുന്ന സാരീസ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇനി നമുക്ക് വേറെ വലിയ ഓപ്ഷനൊന്നും ഇല്ല. സാരീസിൻ്റെ അത്യാവശ്യം നല്ല കളക്ഷനുള്ള 2 ഷോപ്പുകളാണ്. ഒന്ന് എസ്.എമ്മും അതുപോലെ തന്നെ മഹേശ്വരിയും. പിന്നെ വേറെ വലിയ വരുന്നത് സീമാസൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, ഇവിടെ നിന്ന് തന്നെ ഒരെണ്ണം എടുക്കാം. എന്തോ ആണെങ്കിലും വൈറ്റ് സാരിയാണ്, അതിൻ്റെ അകത്ത് ഒത്തിരി വർക്കൊന്നും വരുത്തുമില്ല. അപ്പോൾ പിന്നെ അതിലേതെങ്കിലും ഒരെണ്ണം തന്നെ എടുക്കാമെന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരെണ്ണം എൻ്റെ കണ്ണിൽ പെട്ടു. ഒരെണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഞാനിങ്ങനെ അവർ കാണിച്ചപ്പോൾ തന്നെ അത് അവരെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ചു. ബാക്കിയുള്ള ഒന്നും ഓപ്പൺ ചെയ്യിപ്പിച്ചില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ, അല്ലാതെ ഓപ്പൺ ചെയ്തില്ല. വെറുതെ നമ്മൾ എടുക്കാത്ത സാധനം ഓപ്പൺ ചെയ്ത് അവർക്കൊരു ബുദ്ധിമുട്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവരെ കൊണ്ട് അത് ഓപ്പൺ ചെയ്യിപ്പിച്ചു കേട്ടോ. അതിൻ്റെ മെറ്റീരിയൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ഒരു ടിഷ്യൂ മെറ്റീരിയൽ ആയിരുന്നു. നല്ല നമുക്ക് കയ്യിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അത് മാത്രമല്ല ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, ഒട്ടും വെയിറ്റ് ഇല്ലാത്ത പോലെ തോന്നി. അങ്ങനെ പിന്നെ അത് തന്നെ ഞാൻ സെലക്ട് ചെയ്ത് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് സെലക്ട് ചെയ്ത് നമ്മളിനി വണ്ടി എടുക്കാൻ പോവുകയാണ്. വണ്ടി ഇവരുടെ തന്നെ പാർക്കിംഗ് സ്പേസിലാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത്, അതായത് ഷോപ്പിൻ്റെ ബാക്കിലാട്ടോ. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുക്കാൻ പോവുകയാണ്. അവൾ തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. അവളുണ്ടെങ്കിൽ ഞാൻ സ്കൂട്ടി എടുക്കാറില്ല, എപ്പോഴും അവളെ കൊണ്ട് തന്നെയാട്ടോ ഓടിപ്പിക്കുന്നത്. എനിക്ക് ബാക്കിലിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ എൻ്റെ ഡ്രൈവർ സുഹു ഇതാ വണ്ടി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത്, എനിക്ക് ചെരുപ്പ് നോക്കണം. അപ്പം ഫാക്ടറി സെയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൗണിൽ തന്നെ, ആലപ്പുഴ ടൗണിൽ തന്നെ ഒരു വലിയ ചപ്പൽസിൻ്റെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം ഭയങ്കര കളക്ഷനാണ് ഇവിടെ. ഞാൻ മിക്കവാറും ഇവിടെ വന്നിട്ട് ചെരുപ്പ് എടുക്കാറുള്ളതാണ്. ഇവിടെ ഹാഫ് ഷൂ ആണെങ്കിലും ഫ്ലാറ്റ്സ് ആണെങ്കിലും ഇഷ്ടം പോലെ, ഫാൻസി ആയിട്ടുള്ള ചപ്പൽസ് ആണെങ്കിലും ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു ഹാഫ് ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ തുഷാരയിൽ വന്നു. എൻ്റെ വാച്ചിൻ്റെ ഒരു ചെയിൻ പോയിട്ടുണ്ട്, ഇളകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശരിയാക്കണമായിരുന്നു. അങ്ങനെ അതും ശരിയാക്കിയിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ സാരി ഷോപ്പിംഗ് കഴിഞ്ഞു. സാരി കാണിച്ചു തരാം. ഞാൻ എടുത്ത സാരി ഇതാണ് കേട്ടോ, എടുത്ത സാരി. വൈറ്റ് ത്രെഡ് വർക്ക് വരുന്ന സാരി കേട്ടോ. ഇതാണ് സാരി. അങ്ങനെ ഈ സാരിയാണ് കേട്ടോ എടുത്തത്. ഓക്കെ, അപ്പോൾ ബ്ലൗസിന് ഞാൻ ബ്ലൗസ് മെറ്റീരിയൽ ബ്ലാക്ക് ബ്ലൗസ് മെറ്റീരിയലാണ് എടുത്തത്. ബ്ലാക്ക് ബ്ലൗസ് മെറ്റീരിയലാണ് എടുത്തത്. സാരി ഇതാണ്. കേട്ടോ എടുത്തത്. ഫൈനലി നമ്മൾ ആദ്യം എസ്.എമ്മിൽ പോയി, അവിടെ ഒന്നും കിട്ടിയില്ല. പിന്നെ മഹേശ്വരി പോയി. മഹേശ്വരിയിൽ നിന്നാണ് നമ്മൾ ഈ സാരി എടുത്തത്. കണ്ടോ, ഭയങ്കര തിന്നാണ്, അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ്. തിന്നും ലൈറ്റ് വെയ്റ്റും ആണ്. പിന്നെ എന്താ, നമുക്ക് ഒതുങ്ങിക്കിടക്കും. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ തന്നെ കിടക്കുന്ന സാരിയാണ്.
നല്ല സാരിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റ് 1700 ആണ് റേറ്റ്. നല്ല സാരി, എനിക്ക് ഇഷ്ടപ്പെട്ടു സാരി. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1700 ആയിരുന്നു റേറ്റ്. പിന്നെ ഞാൻ അവിടെ തന്നെ ബ്ലൗസിൻ്റെ മെറ്റീരിയലും എടുത്തു. ഇത് കണ്ടോ, ഇങ്ങനെ മടക്കി നമുക്ക് ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെക്കാം. ഭയങ്കരമായിട്ടും എന്താ ഹാൻഡിൽ ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പം ഞാൻ അത് നോക്കിയിട്ടാണ് ഇത് എടുത്തത്. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ ബ്ലൗസിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ബ്ലൗസിൻ്റെ മെറ്റീരിയലാണ് എടുത്തത്. അത് കൊടുത്ത് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. പക്ഷേ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല, മറന്നുപോയി എടുക്കാനായിട്ട്. അപ്പം വീഡിയോ ഒന്നും എടുത്തില്ല. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നാളെ ബ്ലൗസ് കിട്ടും. നമുക്കിനി ഒരു ദിവസമേ ഉള്ളൂ. മറ്റന്നാളാണ് എൻറോൾമെൻറ്റ്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും എനിക്ക് സർപ്രൈസായിട്ട് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. കൊറിയർ അൺബോക്സിങ് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പക്ഷേ കൊറിയർ എന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് കേട്ടോ. എത്രയാ 120 രൂപ 130 രൂപ എന്തോ ആയുള്ളൂ. ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. 4 സ്റ്റിക്കറുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ഭയങ്കര എക്സൈറ്റഡ് ആയി ഇരിക്കുകയാണ് ഇതിനി നമ്മുടെ കാറിൽ ഒട്ടിക്കാൻ വേണ്ടിയായിട്ട്. അപ്പോൾ ഇനിയിപ്പം മറ്റന്നാൾ എൻറോൾമെൻറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതും നമ്മൾ കാറിൽ ഒട്ടിക്കും. ബോഡി ചെയ്യിക്കണം, അങ്ങനെയൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ഇപ്പോൾ LLB ഒക്കെ പഠിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞവർക്കും ഒക്കെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും മനസ്സിലാകും എത്രത്തോളം എക്സൈറ്റഡ് ആണ് നമ്മൾ ഈ കാര്യങ്ങളിലൊക്കെയെന്ന്. ഓക്കെ, അപ്പം ഇതിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് ഫേസിലെ ഹെയർസ് ഞാൻ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ എനിക്ക് പിമ്പിൾസ് വരുന്നുള്ളതുകൊണ്ട് ഞാൻ ആ പരിപാടി അവിടെ കൊണ്ട് നിർത്തിയായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യണ്ട. എനിക്ക് ത്രെഡ് ഞാൻ പാർലറിൽ പോയി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. ഫേസിലൊന്നും ചെയ്യാനില്ല, ത്രെഡ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് പാർലറിൽ പോയി. അപ്പം ത്രെഡ് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ ത്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒത്തിരി എനിക്ക് വളർന്നിട്ടില്ല കണ്ടോ, സൈഡിൽ മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പാർലറിൽ പോകേണ്ട കാര്യമില്ല. പക്ഷേ എനിക്ക് ഇവിടുത്തെയൊക്കെ ഒരു ഹെയർസ് എടുക്കണം, അതുപോലെ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് ഷേപ്പും ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇന്ന് ചെയ്യാം, ബാക്കി ഫേസിലെ പരിപാടികളും കാര്യങ്ങളും ഒക്കെ നാളെ ചെയ്യാം. കാരണം മറ്റന്നാളാണല്ലോ, അപ്പം നാളെ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഹെയർസൊക്കെ ഒന്ന് എടുക്കാം. നമുക്ക് ഹെയർസൊക്കെ ഒന്ന് എടുക്കാം കേട്ടോ. ഫേസിൽ ഞാൻ എടുക്കുന്നില്ല, കാരണം ഫേസിൽ എടുത്തിട്ട് എനിക്ക് പിമ്പിൾസ് വരുന്നുണ്ട്. അപ്പം ഫേസിൽ എടുക്കുന്ന പരിപാടി ഞാൻ നിർത്തി. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടുത്തെ എൻ്റെ കുറച്ച് ഹെയർസും അതുപോലെ തന്നെ ഇത് ജസ്റ്റ് നമ്മുടെ ഐബ്രോ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇവിടുത്തെ ഹെയർസ് എടുക്കട്ടെ. ഗൈസ്, ഇവിടെ ലൈറ്റ് കുറച്ച് കുറവാണ്, സോ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു അലോവേറ ജെല്ല്, അതുപോലെ നമ്മുടെ കാർമിസറിൻ്റെ ഫേഷ്യൽ റേസർ, അതുപോലെ ചെറിയ ഒരു ത്രെഡ് ചെയ്യുന്ന അതൊന്ന് ഐബ്രോസ് ഷേപ്പ് ചെയ്യുന്ന ചെറിയൊരു റേസറും എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടിഷ്യൂം കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ തിരിഞ്ഞ് നിന്നായിരിക്കും ചെയ്യാൻ പോകുന്നത്, ബിക്കോസ് കണ്ണാടി ഇവിടെയാണ്. എനിക്ക് ഫോണിൽ നോക്കി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തം കുളമാകും. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്നാട്ടോ ചെയ്യാൻ പോകുന്നത്. മുടി ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നുമല്ല. ഞാൻ ഇങ്ങനെ കൈ വെച്ചിട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് പരിപാടി തുടങ്ങാം. ഇത് മാത്രം ഞാൻ ഇവിടെ വെച്ച് ഇങ്ങനെ ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് മിററിൽ നോക്കി ചെയ്താലേ കറക്റ്റ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മൊത്തം കുളമാക്കും, വേണേൽ മുഖം മൊത്തം മുറിച്ചും വെക്കും. അപ്പം അങ്ങനെ ഒരു റിസ്ക് ഞാൻ എടുക്കുന്നില്ല. ഞാൻ ഇനി മിററിൽ നോക്കി ചെയ്യട്ടോ കേട്ടോ. കാണാമോ? ഇത്രയാണുള്ളത്, കുറച്ചേ ഉള്ളായിരുന്നു. കാരണം കുറച്ച് ദിവസം മുന്നേ ഞാൻ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഇല്ലതേ, ഇത്രയുമേ ഉള്ളൂ. കണ്ടോ, കുറച്ചേ ഉള്ളൂ, ഞാൻ എടുത്തതുകൊണ്ട് ഇല്ല. അപ്പം അങ്ങനെ ഇതായിട്ടുണ്ട്.
ജസ്റ്റ് ഒന്ന് ഞാനിത് ആ ടിഷ്യൂ വെച്ച് തന്നെ ഒന്ന് ഇത് ചെയ്ത് കൊടുക്കും. എന്നിട്ട് കുറച്ചുകൂടെ ഓക്കെ. അങ്ങനെ ആ പരിപാടി കംപ്ലീറ്റായി. ലൈറ്റ് തീരെ കുറവായിരിക്കും കേട്ടോ. ഞാൻ ഭയങ്കര ഇരുണ്ടിട്ടായിരിക്കും ഇരിക്കുന്നത്. ബുള്ളറ്റിൻ്റെ സൗണ്ട് അച്ഛൻ വണ്ടി എടുത്തതാണ്. അപ്പോൾ ഭയങ്കര ഇരുണ്ടിട്ടായിരിക്കും ഇരിക്കുന്നത്. ബിക്കോസ് ലൈറ്റ് ഇല്ല, ലൈറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനില്ല, അപ്പം ലൈറ്റ് കിട്ടില്ല. ഇനിയിപ്പം ഞാൻ ഐബ്രോസ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കട്ടെ. ഇത് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്, ചെറിയ ഒരു ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചേട്ടാ ഓക്കെ. അങ്ങനെ നമ്മൾ ഐബ്രോസും ജസ്റ്റ് ഞാനേ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു. ഞാൻ ഇത് എടുത്ത ദിവസം തന്നെ ഐബ്രോസും ഷേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പാർലറിൽ പോകേണ്ടി വന്നില്ല. ശരിക്കും എൻറോൾമെൻറ്റിന് മുമ്പ് പാർലറിൽ തന്നെ പോയി പിരികം ത്രെഡ് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്താ, പാർലറിൽ പോകേണ്ടി വന്നില്ല. ബിക്കോസ് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. അത് ഞാൻ തന്നെ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ആ പരിപാടിയും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് സ്കിന്നിൻ്റെ പരിപാടികളൊക്കെയാണ്. അത് നമുക്ക് തലേ ദിവസം ചെയ്യാം, അതായത് നാളെ ചെയ്യാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുമേ ഉള്ളൂ. ബാക്കി ഇനിയിപ്പോൾ ഞാൻ 2 ദിവസത്തെ വീഡിയോസ് ഒരുമിച്ചൊരു ലോങ് വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. നാളത്തെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ ഒരു കാര്യം കൂടെ കാണിക്കാൻ മറന്നുപോയി. ഇതാണ് ഞാൻ എടുത്ത ചെരുപ്പ്. ഞാൻ ചെരുപ്പ് മേടിക്കാനും ഇടയ്ക്ക് കയറിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചു. അപ്പോൾ അവളെ കണ്ടപ്പോഴത്തേക്കും പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അപ്പം ചെരുപ്പ് മേടിച്ചു. ഇതാണ് ചെരുപ്പ്. അപ്പോൾ ചെരുപ്പ് എല്ലാം എടുത്ത് ഇനിയിപ്പോൾ വെക്കട്ടെ. നാളത്തേക്കുള്ളത് എല്ലാം സെറ്റാക്കി ഇന്ന് വെക്കണം. നാളെ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ അത് കളിക്കുന്നതായിരിക്കും, എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ചെരുപ്പ്. അപ്പോൾ ബാക്കി ഇനി നാളെ കാണാം. ഓക്കെ, ബൈ.